ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിൻഡ്രോംസ് ഇൻ സൈക്കാട്രിയിൽ നമ്മൾ 5 സിൻഡ്രോമുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലെ. ഒതെല്ലോ സിൻഡ്രോം, ഡി ക്ലാരംബോൾ സിൻഡ്രോം, ക്യാബ്ര സിൻഡ്രോം, പ്രജോളി സിൻഡ്രോം ആൻഡ് എഗ്ബോം സിൻഡ്രോം. സോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ന് നമ്മൾ 5 സിൻഡ്രോമുകൾ കൂടി പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് റീസെന്റ് എക്സാമിൽ ചോദിച്ചുള്ള ഒരു 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനും കൂടിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ ഒരു 5 സിൻഡ്രോമിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന April 29th IAS സ്റ്റാഫ് നേഴ്സ് PSC എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അല്ലെ. ഡി ക്ലാരബോൾ സിൻഡ്രോം അല്ലെങ്കിൽ ഇറോട്ടോമാനിയ. സോ മെസ്സേജ് അയച്ചു, സാർ അത് എക്സാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റി എന്ന് പറയട്ടെ. നമ്മുടെ കാരണം യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ 6 ചോദ്യങ്ങൾ കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നു എന്നറിയാം, ഒത്തിരി സന്തോഷം. സോ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും തുടർന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനിയുള്ള ആഴ്ചകളിലെല്ലാം ക്ലാസ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോട്ടാർഡ് സിൻഡ്രോം, പ്ലെയിൻ ലെവൻ സിൻഡ്രോം, വാൻഗോഗ് സിൻഡ്രോം, മുൻഹൗസൻ സിൻഡ്രോം ആൻഡ് മാഗ്രാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബക്സ്. 5 സിൻഡ്രോംസ് ഇൻ സൈക്കാട്രിയും അതിൽ നിന്നുള്ള 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, കോട്ടാർഡ് സിൻഡ്രോം. കോട്ടാർഡ് സിൻഡ്രോം കഴിഞ്ഞ വർഷം നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് കേരള PSC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സോ കോട്ടാർഡ് സിൻഡ്രോം എന്ന് പറയുന്ന ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് ജൂൾസ് കോട്ടാർഡ് എന്ന് പറയുന്ന ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ് ആണ്. അദ്ദേഹം ആദ്യം ഇതിനെ വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് ലേ ഡിലയർ ഈ നെഗേഷൻ എന്നാണ്, അല്ലെങ്കിൽ നിഗേഷൻ ഡെലീരിയം എന്നാണ് ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്നത്. സോ കോട്ടാർഡ് സിൻഡ്രോം മറ്റൊരു പേര് കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓൾസോ നോൺ as വാക്കിംഗ് കോപ്സ് സിൻഡ്രോം. വാക്കിംഗ് കോപ്സ് സിൻഡ്രോം. എന്താണ് കോട്ടാർഡ് സിൻഡ്രോം? കോട്ടാർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഈ കോട്ടാർഡ് സിൻഡ്രോം ഉള്ള വ്യക്തികൾ വിശ്വസിക്കുന്നത് അവർ ഓൾറെഡി മരിച്ചുപോയി എന്നാണ്, അല്ലെങ്കിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ ലോകത്തിൽ തന്നെ. അല്ലെങ്കിൽ അവരുടെ ബോഡി പ്യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീക്കേയിങ്, നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ ബ്ലഡ് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരുടെ ഇന്റേണൽ ഓർഗനുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഈ കോട്ട് സിൻഡ്രോം ഉള്ള വ്യക്തികൾ ഡെലൂഷണൽ ബിലീഫാണ്, ഫാൾസ് ബിലീഫാണ്. സോ ദ അഫക്റ്റഡ് പേഴ്സൺ ഹാസ് ദ ഡെലൂഷണൽ ബിലീഫ് that he or she is already dead, that does not exist, or putrefying, or has lost his or her blood or internal organs. ക്ലിയർ അല്ലേ? സോ അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കോട്ടാർഡ് സിൻഡ്രോം ഉള്ളവര് വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്. എക്സാം ക്വസ്റ്റ്യൻ ആണ്. നിഹിലിസ്റ്റിക് ഡെലൂഷൻ പ്രീവിയസ് കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ, നിഹിലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അവന്റെ ബോഡി, മൈൻഡ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഫാൾസ് ബിലീഫാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്. അവരുടെ ബോഡി, മൈൻഡ്, അവരുടെ വേൾഡ് അറൌണ്ട് അസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഫാസ്റ്റ് ബിലീഫാണ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. സോ 89% പീപ്പിളും അസോസിയേറ്റഡ് കാണുന്നത് സൈക്കോട്ടിക് ഡിപ്രഷനിലാണ്. സൈക്കോട്ടിക് ഡിപ്രഷൻ എക്സാം ക്വസ്റ്റ്യൻ, ഇതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന് കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ കോട്ടാർഡ് സിൻഡ്രോം കാണുന്നത് സൈക്കോട്ടിക് ഡിപ്രഷൻ ആണ്. സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് അല്ലെ, ഹാലുസിനേഷനും ഡെലൂഷനും ഒക്കെ ഉണ്ടാകും. സോ അവരിലാണ് 99% കാണുന്നത്. അതുപോലെ തന്നെ റിലേറ്റഡ് ടു സ്കിസോഫ്രീനിയയിലും ഉണ്ടാകും, അതുപോലെ തന്നെ ബൈപോളർ ഡിസോർഡറിലും ഒക്കെ കാണാൻ കഴിയും. സ്കിസോഫ്രീനിയ ആൻഡ് ബൈപോളർ ഡിസോർഡറിലും ഒക്കെ കാണാൻ കഴിയും. സോ ഇക്കോടെ കാണുന്ന സൈക്കോട്ടിക് ഡിപ്രഷനിലാണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൈക്കോട്ടിക് ഡിപ്രഷൻ ആണ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ സിൻഡ്രോം എന്ന് പറയുന്നത് മാഗ്രാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബക്സ്. മാഗ്രാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബക്സ്. മാഗ്രാൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ എഗ്ബോം സിൻഡ്രോം പഠിച്ചിട്ടുണ്ട് അല്ലെ. എഗ്ബോം സിൻഡ്രോം പഠിച്ചായിരുന്നു. സോ അതുപോലെ തന്നെ അപ്പോഴേ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, മാഗ്രാൻ സിൻഡ്രോം എന്ന് പറയുന്നത് അതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. മാഗ്രാൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇവിടെ ടാക്ടൈൽ ഹാലുസിനേഷൻ, കൊക്കൈൻ അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളിൽ കാണുന്ന ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ് മാഗ്രാൻ സിൻഡ്രോം. തെറ്റിപ്പോകരുത്. ഇവിടെ ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്, കൊക്കൈൻ അഡിക്റ്റ് ആയിട്ടുള്ളവരിൽ കാണുന്ന ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ് മാഗ്രാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബക്സ്. സോ അവിടെ തെറ്റിപ്പോകരുത്. സോ എന്താണ് മാഗ്രാൻ സിൻഡ്രോം?
അല്ലെങ്കിൽ കൊക്കൈൻ ബഗ്സ് എന്ന് പറയും. അതായത് ഈ മാഗ്നാൻ സിൻഡ്രോം ഉള്ള വ്യക്തികളിൽ അവരുടെ സ്കിന്നിന് പുറത്ത് അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലായിട്ട് സാൻഡ് പോലുള്ള ഗ്രെയിൻസ് ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇല്ലാത്ത ഒരു സാധനം ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്റ്റുകൾ അവരുടെ സ്കിന്നിന്റെ പുറത്തോ സ്കിന്നിന് അടിയിലൂടെയോ ഇഴഞ്ഞു നടക്കുന്നതായിട്ടുള്ള സെൻസേഷൻ ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? അവരെപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു സെൻസേഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. സോ അവർ എപ്പോഴും സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇച്ച് ചെയ്ത് എപ്പോഴും ഇച്ചിങ് ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. സോ അവരെപ്പോഴും അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ ആണോ? So there is a feeling as if grains of sand are lying under the skin or small insects are creeping on the skin, giving rise to itching sensation ഉണ്ടാക്കും. സോ അതിന് വിളിക്കുന്ന പേരാണ് ഫോമിക്കേഷൻ. ഈ ഫോമിക്കേഷനും എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫോമിക്കേഷൻ, സോ ഇൻസെക്ട്സുകൾ സ്കിന്നിന്റെ ഉള്ള അല്ലെങ്കിൽ സ്കിന്നിന്റെ മുകളിലൂടെ ഇഴഞ്ഞു നടക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകും. ദാറ്റ് ഇസ് ഫോമിക്കേഷൻ. ക്ലിയർ ആണോ? ഇത്രയും മാത്രം ഓർത്താൽ മതി. പിക്ചറിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്ന ഈ സിൻഡ്രോമുകളിൽ കാണുന്ന ഫീച്ചറുകളാണ് ലോസ് ഓഫ് ലിബിഡോ, സെക്ഷൽ പ്ലഷർ ലോസ് ആകും, അത് ഇമ്പോർട്ടൻസ് ഉണ്ടാകും, ഗൈനക്കോമാസ്റ്റി ഉണ്ടാകും, ഇനി ഇറഗുലർ മെൻസ്ട്രുവൽ സൈക്കിൾ, ഇൻഫെർട്ടിലിറ്റി. അതിനോടൊക്കെ ഇതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ട് ഈ മാഗ്നാൻ സിൻഡ്രോം ഉള്ളവരിൽ കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആക്റ്റീവ് ഹാലുസിനേഷൻ ആണ്, കൊക്കൈൻ അഡിക്റ്റിലാണ് കാണുന്ന മാഗ്നാൻ സിൻഡ്രോം. കൊക്കൈൻ ബഗ്സ്. ഫോമിക്കേഷൻ എന്ന വേർഡും കൂടി അറിഞ്ഞിരിക്കണം, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, കോട്ടാർഡ് സിൻഡ്രോം ആൻഡ് മാഗ്നാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബഗ്സ്. കിട്ടിയോ? മൂന്നാമത്തെ സിൻഡ്രോം എന്ന് പറയുന്നത് ക്ലെയിൻ ലെവിൻ സിൻഡ്രോം. ക്ലെയിൻ ലെവിൻ സിൻഡ്രോം, അതിന് മറ്റു പേരുകൾ കൂടിയുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം, റെക്കറന്റ് ഹൈപ്പർസോംനിയ, അതുപോലെ തന്നെ സെൻട്രൽ ഹൈപ്പർസോംനലൻസ് ഡിസോർഡർ. സോ നമുക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാൻ കഴിയും? 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കഴിയുമായിരിക്കും. പക്ഷെ എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്ലെയിൻ ലെവിൻ സിൻഡ്രോം, ഇവിടെ ഉറക്കം എന്ന് പറയുന്നത് മോർ ദാൻ 18 hours പെർ ഡേയിൽ കൂടുതലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ കിടന്ന് ഉറങ്ങിയാലും എന്താണ്? ഇത് പ്രശ്നമാണ് അല്ലെ? സോ ഉറക്കം കൂടിയാലും പ്രശ്നമാണ്. സോ ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം അല്ലെങ്കിൽ ഹൈപ്പർസോംനിയ, സെൻട്രൽ ഹൈപ്പർ സോംനലൻസ് ഡിസോർഡർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ? റെക്കറന്റ് റിവേഴ്സിബിൾ ഹൈപ്പർസോംനിയ ആണ്. ദാറ്റ് ഈസ് മോർ ദാൻ 18 hours പെർ ഡേ ഉറങ്ങും. സോ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ബിറ്റ്വീൻ 2 days ആൻഡ് 5 weeks വരെയൊക്കെ എപ്പിസോഡിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനിടയിൽ നോർമൽ ഫങ്ഷൻസും ഉണ്ടാകും. ഈ ഒരു എപ്പിസോഡുകൾക്കിടയിൽ നോർമൽ ഫങ്ഷൻ ഉണ്ടാകും. നോർമലി ഫീമെയിൽസിനെക്കാളും മെയിൽസിനെയാണ് ഈ ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം അഫക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഏറ്റവും എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതല്ല. ക്ലെയിൻ സിൻഡ്രോം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോമിന്റെ ട്രയാഡ് ഫീച്ചറുകളാണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. ഫീച്ചറുകളാണ് ഉള്ളത്. ഹൈപ്പർസോംനിയ ഓൾറെഡി പറഞ്ഞു, മോർ ദാൻ 18 hours പെർ ഡേക്ക് ഉറങ്ങും. 2, ഹൈപ്പർഫേജിയ, ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. ഹൈപ്പർഫേജിയ, അവർ ഉറങ്ങി എഴുന്നേൽക്കുന്ന തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിരിക്കും. സോ ഹൈപ്പർസോംനിയ, ഹൈപ്പർഫേജിയ, അതിനോടൊപ്പം തന്നെ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാകും. ഇതാണ് ട്രയാഡ് ഫീച്ചറുകൾ എന്ന് പറയുന്ന ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോമിന്റെ. ഹൈപ്പർസോംനിയ, ഹൈപ്പർഫേജിയ ആൻഡ് ഹൈപ്പർ സെക്ഷുവാലിറ്റി. ഇതിൽ നിന്നാണ് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. സോ 3 നമ്മൾ പഠിച്ചു. ക്ലെയിൻ ലെവിൻ സിൻഡ്രോം, മാഗ്നാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബഗ്, കോട്ടാർഡ് സിൻഡ്രോം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. 4ാമത്തെ സിൻഡ്രോം എന്ന് പറയുന്നത് വാൻ ഗോഗ് സിൻഡ്രോം. എന്താ വാൻ ഗോഗ് സിൻഡ്രോം? വാൻ ഗോഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? വളരെ ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പെയിന്റർ ആണ് വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്നത്. വേൾഡ് ഫേമസ് പെയിന്റർ ആണ് വിൻസെന്റ് വാൻ ഗോഗ്. സോ ഈ വാൻ ഗോഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ ഫേമസ് പെയിന്റർ വിൻസെന്റ് വാൻ ഗോഗിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു വാൻ ഗോഗ് സിൻഡ്രോം അല്ലെങ്കിൽ ഈ ഒരു അക്യൂട്ട് ഇൽനെസിന്റെ ഫേസിൽ അദ്ദേഹത്തിന്റെ ചെവി കട്ട് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ വാൻ ഗോഗ് സിൻഡ്രോം അറിയപ്പെടുന്നത്. സോ സ്കിസോഫ്രീനിയയിലാണ് പ്രധാനമായിട്ടും ഈ വാൻ ഗോഗ് സിൻഡ്രോം കാണുന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു സ്റ്റേജിൽ അയാളുടെ ചെവി മുറിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഈ ഡിസോർഡർ വാൻ ഗോഗ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. സോ വാൻ ഗോഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ repetitive
ഡ്രമാറ്റിക് സെൽഫ് മ്യൂട്ടിലേഷൻ ആണ്. സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തമായിട്ട് സ്വന്തം ശരീരഭാഗങ്ങൾ തന്നെ കട്ട് ചെയ്ത് കളയും. ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നെ ഇഞ്ചുറി ഉണ്ടാക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും സ്വന്തമായിട്ട്. അതാണ് സെൽഫ് മ്യൂട്ടിലേഷൻ, അല്ലെങ്കിൽ സെൽഫ് ഇഞ്ചുറി ഉണ്ടാക്കും. ക്ലിയർ ആണോ? മ്യൂട്ടിലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് കളയുന്നതാണ് അതിന്റെ അർത്ഥം. സോ റെപ്പിറ്റേറ്റീവ് ഡ്രമാറ്റിക് സെൽഫ് മ്യൂട്ടിലേഷൻ ആണ് വാൻ ഗോഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഫേമസ് പെയിന്റർ ആയിട്ടുള്ള വിൻസെന്റ് വാൻ ഗോഗിന്റെ പേരാണ് ഇത് അറിയപ്പെടുന്ന. കാരണം അദ്ദേഹത്തിന് ഈ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ആണെന്ന് കോമായിട്ട് കാണുന്നത്. ആ ഒരു ഇന്നസിന്റെ സ്റ്റേജിൽ അയാളുടെ ചെവി ചെയ്ത് കളഞ്ഞു. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് വാൻ ഗോഗ് സിൻഡ്രോം, ഡ്രമാറ്റിക് സെൽഫ് മ്യൂട്ടിലേഷൻ. ആ ഒരു ഒറ്റ വേർഡ് മതി എക്സാം ക്വസ്റ്റ്യൻ അറിയാനായിട്ട്. നമുക്ക് സെൽഫ് മ്യൂട്ടിലേഷൻ, സെൽഫ് ഇഞ്ചുറി ഉണ്ടാകും. ക്ലിയർ ആണോ? അപ്പൊ 4 നമ്മൾ പഠിച്ചു. ലാസ്റ്റ് വൺ മുൻചാസൻ സിൻഡ്രോം. അപ്പൊ നമ്മൾ 4 പഠിച്ചു. സോ ലാസ്റ്റ് വൺ മുൻചാസൻ സിൻഡ്രോം. മുൻചാസൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള റുഡോൾഫ് എറിക് റാപ്സ്പേ. റുഡോൾഫ് എറിക് റാപ്സ്പേ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു ഫിക്ഷണൽ ജർമ്മൻ നോബിൾമാൻ ക്യാരക്ടറാണ് ബാരോൺ മുൻചൗസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ മുൻചൗസൻ സിൻഡ്രോം അറിയപ്പെടുന്നത്. അതായത് റുഡോൾഫ് എറിക് ലാസ്പേ എന്ന് പറയുന്ന ഒരു ഫേമസ് എഴുത്തുകാരന്റെ ബുക്കിലെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് ശരിക്കും ബാരോൺ മുൻചൗസൻ. സോ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാളെ കുറിച്ച് വളരെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികളാണ് അതിൽ പറയുന്നത്. ആ വ്യക്തിയെ കുറിച്ച് വളരെ ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത രീതിയിലുള്ള സ്റ്റോറീസ് ആണ്, എക്സാഗ്രേറ്റഡ് സ്റ്റോറീസ് ആണ്. ഇതാണ് ഈ സിൻഡ്രോമിന് അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ മുൻചാസൻ സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. മുൻചാസൻ സിൻഡ്രോം. ക്ലിയർ ആണോ? സോ ബാരോൺ മുൻചാസൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. കിട്ടിയോ? സോ മുൻചാസൻ സിൻഡ്രോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് നമ്മുടെ സൈക്കാട്രി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഹൈപ്പോകോൺട്രിയാസിസ്, അതുപോലെ തന്നെ മാലിഗറി, അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. സോ ഇത് 3 പഠിച്ചു വെക്കണം. മുൻചാസൻ സിൻഡ്രോം, അതുപോലെ തന്നെ ഹൈപ്പോകോൺട്രിയാസിസ്, മാലിഗറി. ഇത് 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കൊരു കേസ് പരിചയപ്പെടാം. മുൻചാസൻ സിൻഡ്രോം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. Admitted herself into more than 600 hospital and had over 42 unnecessary surgeries and would leave one hospital in the AM and be admitted to another by PM. ഇതാണ് മുൻചൗസൻ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയുടെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 600-ലധികം ഹോസ്പിറ്റലിൽ ആ വ്യക്തി അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. 42-ലധികം അൺനെസസറി സർജറീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകും, വൈകുന്നേരം അല്ലെ ആഫ്റ്റർനൂൺ മറ്റൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകും. ഇതാണ് മുൻചൗസൻ സിൻഡ്രോം ഉള്ളവരുടെ പ്രത്യേകത. സോ ഇതുപോലെ നമ്മൾ ഹൈപ്പോകോൺട്രിയാസിസും പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അപ്പൊ മുൻചൗസൻ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? മുൻചൗസൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു ഫക്ടീഷ്യസ് ഡിസോർഡർ. അപ്പൊ നമുക്ക് ആദ്യം അറിയണം എന്താണ് ഫക്ടീഷ്യസ് ഡിസോർഡർ. ഫക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അവർ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി അവരുടെ സിംറ്റംസ് അവർ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്ത് പറയും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൽനെസിന്റെ സിംറ്റംസിനെ ഒരു ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ അതിനെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഡിസോർഡർ ആണ് ഫക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഫക്ടീഷ്യസ് ഡിസോർഡർ ആണ് ഈ മുൻചൗസൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ഓർ എക്സാഗ്രേറ്റ് സിംറ്റംസ് ഓഫ് ആൻ ഇൽനെസ് ഇൻ സെവറൽ വേസ്. സോ അങ്ങനെയുള്ള ഡിസോർഡർ ആണ് മുൻചാസൻ സിൻഡ്രോം. സോ ഫക്ടീഷ്യസ് ഡിസോർഡർ ഇമ്പോസ്ഡ് ഓൺ സെൽഫ്. അവർ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മുൻചാസൻ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഓരോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി അവർ കൃത്യമായിട്ട് അവർ സിംറ്റംസ് പ്രസന്റ് ചെയ്യും. ഭയങ്കരമായിട്ട് ആ ഒരു ഫിസിക്കൽ ഇൽനെസ്സിന് ഉണ്ടാകാവുന്ന സിംറ്റംസുകളെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആകുന്ന രീതിയിൽ അവരത് പ്രസന്റ് ചെയ്യും. കാരണം അവർക്ക് അത്രയും നോളജ് ആയിരിക്കും ആ ഒരു ഇൽനെസ്സിനെ കുറിച്ച്. സോ പറയുന്നത് തെറ്റാണ്, പക്ഷെ അത്രമാത്രം കൺവിൻസിങ് ആയിട്ട് അവരത് പ്രസന്റ് ചെയ്യും. അത്രയും അവർ കൃത്യമായിട്ട് അറിയുമായിരിക്കും. സോ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. മുൻചാസൻ സിൻഡ്രോം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ മുൻചാസൻ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് അറിയാം അവർക്ക് ഇങ്ങനെ ഒരു രോഗമൊന്നും ഇല്ല, പക്ഷേ അവർ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ആ ഇൽനെസ്സിനെ അവർ പ്രസന്റ് ചെയ്യും. ക്ലിയർ ആണോ? സോ അവർ പ്രസന്റ് ചെയ്ത് അങ്ങനെ അവർ പല സർജറികൾ ചെയ്യിപ്പിക്കും. ക്ലിയർ?
അതുകൊണ്ടാണ് അത്രയും 42 അൺനെസസറി സർജറീസ് ആണ് ആ കേസ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും കൺവിൻസിങ് ആയ രീതിയിലായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ്. പക്ഷെ അവർക്കറിയാം അവർക്ക് ആ രോഗമൊന്നും ഇല്ല. ക്ലിയർ അല്ലേ? സോ factitious disorder, imposter self ആണ് മുൻചൗസൻ syndrome. So a condition characterized by habitual presentation for hospital treatment. അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ഇത്രയും അവർ കൺവിൻസിങ് ആവുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കിട്ടണം, മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണം. അതാണ് അവരുടെ പർപ്പസ്. ക്ലിയർ ആണോ? സോ presentation for hospital treatment of an apparent acute physical illness, a patient giving plausible and dramatic history. സംഭവിക്കാവുന്ന രീതിയിലുള്ള എല്ലാ ഹിസ്റ്ററിയും അവർ പ്രസന്റ് ചെയ്യും കൃത്യമായിട്ട്. അതിനെക്കുറിച്ച് വരാവുന്ന എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്യും. പക്ഷെ ഈ പറയുന്ന ലോൾ ഓഫ് വിച്ച് ഈസ് ഫാൾസ് ആയിരിക്കും. ഇറ്റ് ഈസ് എ സബ് ടൈപ്പ് ഓഫ് ഫെക്ടീഷ്യസ് ഡിസോർഡർ ആണ്. ഫെക്ടീഷ്യസ് ഓൾറെഡി പറഞ്ഞു, അവർ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിംറ്റംസ്, അല്ലെങ്കിൽ അത് എക്സാഗറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? അതുപോലെ അവർ വളരെ നോളജബിൾ ആയിരിക്കും ഇൽനെസിനെ കുറിച്ച്, വെരി കൺവിൻസിംഗ് ആയിട്ടായിരിക്കും സിംറ്റംസ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മുൻചൗസൻ സിൻഡ്രോം എന്ന് പറയുന്നത് അവർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരില്ലാത്ത സിംറ്റംസ് അവർ ഉണ്ടാക്കി പറയും. വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ പറയും. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് അങ്ങനെ ഒരു സിംറ്റംസ് രോഗമൊന്നും ഇല്ലെന്ന് അവർക്ക് അറിയാം. എന്നിട്ട് അവർ അങ്ങനെ എന്ത് ചെയ്യുന്നത്. അതാണ് ഈ മുൻചൗസൻ സിൻഡ്രോമിന്റെ പ്രത്യേകത. ക്ലിയർ ആണോ? യെസ്. സോ ഇതൊരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഈ മുൻചൗസൻ സിൻഡ്രോമിനെ കുറിച്ച്. ഞാൻ പറഞ്ഞു ഈ ഒരു പേഷ്യന്റിന്റെ പ്രസന്റേഷൻ നമ്മൾ പറഞ്ഞു 42 അൺനെസസറി സർജറീസ് അവർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്ത് നോക്കി മൾട്ടിപ്പിൾ സർജിക്കൽ സ്കാർ ഉണ്ടാകും അവരുടെ അബ്ഡോമനിലൊക്കെ. മൾട്ടിപ്പിൾ സർജിക്കൽ സ്കാർ അല്ലെങ്കിൽ ഗ്രിഡ് ആൻഡ് അബ്ഡോമൻ. ഗ്രിഡ് ആൻഡ് ഇൻസിഷൻ നമുക്കറിയാം അപ്പൻഡക്ടമിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്രിഡ് ആൻഡ് ഇൻസിഷൻ, അബ്ഡോമൽ ഇൻസിഷൻ. സോ ഇങ്ങനെ സർജറീസ് ഒക്കെ ചെയ്ത് മൾട്ടിപ്പിൾ സർജറി സ്കാർ കാണാൻ കഴിയും ഇവരുടെ അബ്ഡോമനിലൊക്കെ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് മുൻചൗസൻ സിൻഡ്രോം. സോ ഇനി അറിയേണ്ടത് ഈ മുൻചൗസൻ സിൻഡ്രോമും മാലിംഗറിങ്ങും ഹൈപ്പോകോൺട്രിയാസ് തമ്മിലുള്ള വ്യത്യാസം. ഹൈപ്പോകോൺട്രിയാക്സ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോരുത്. അതുപോലെ തന്നെ മാലിംഗറിങ്ങും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ അത് രണ്ടും പഠിച്ചു വരും. അപ്പൊ മുൻചൗസൻ, മാലിംഗർ, ഹൈപ്പോകോൺട്രിയാസ്, മൂന്ന് ഡിഫറൻസ് ക്ലിയർ ആയിട്ട് അറിയാം. സോ ഞാൻ ആദ്യം ഹൈപ്പോകോൺട്രിയാസിസ് പറയാം. ഹൈപ്പോകോൺട്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വിശ്വസിക്കുന്നത് അവർക്ക് ആ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്നാൽ മുൻചൗസൻ സിൻഡ്രോമിൽ അവർക്ക് അറിയാം അങ്ങനെ ഒരു രോഗം അവർക്ക് ഇല്ല എന്നുള്ളത്. പക്ഷെ ഹൈപ്പോകോൺട്രിയാസിസിലോ അവർ വിശ്വസിക്കുന്നത് അവർക്ക് രോഗം ഉണ്ടെന്നാണ്. അവർക്ക് അറിയില്ല രോഗമില്ല എന്നുള്ളത്. പല മെഡിക്കൽ ട്രീറ്റ്മെന്റ് മീൻസ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലും ഫിസിക്കൽ എക്സാമിനേഷൻ ഡയഗ്നോസിസ് ഒക്കെ ചെയ്താലും രോഗം കാണില്ല. എങ്കിലും അവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് രോഗമുണ്ട് എന്നുള്ളത്. അതാണ് ഹൈപ്പോകോൺട്രിയാസിസ്. കണ്ടോ? അതാണ് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡിഫറൻസ്. മുൻചൗസനിലാണെങ്കിൽ പേഷ്യൻസ് ആർ ഫുള്ളി അവെയർ ദാറ്റ് ദേ ആർ നോട്ട് സിക്ക്. എന്നാൽ ഹൈപ്പോകോൺട്രിയാക്സിലോ ദേ തിങ്ക് ദാറ്റ് ദേ ആർ സിക്ക്. അവർ രോഗമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് രണ്ടും നമ്മൾ വ്യത്യാസം. ഇനി മാലിംഗറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ മാലിംഗറിങ്. മാലിംഗറിങ് എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡറി ബെനഫിറ്റിന് വേണ്ടി നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കി പറയുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു. അതിനുള്ള കാര്യങ്ങൾ കള്ളത്തരങ്ങൾ ചെയ്യുന്നു. നമ്മൾ ലീവ് എടുക്കാൻ വേണ്ടി പറയുന്നു, എനിക്ക് അസുഖമാണ്, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. മാലിംഗറിങ് ആണ്. ഒരു സെക്കൻഡറി ബെനഫിറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കള്ളത്തരം ചെയ്യുകയാണ്. നമുക്കറിയാം നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് മാലിംഗറിങ്. അല്ലെങ്കിൽ ഈവൻ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇല്ലാത്ത രോഗം നമ്മൾ ഉണ്ടെന്ന് കാണിക്കുന്നു. ക്ലിയർ അല്ലേ? അതാണ് മാലിംഗറിങ്. ഒരു സെക്കൻഡറി ബെനഫിറ്റിന് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് മാലിംഗറിങ്. മാലിംഗേഴ്സ് സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ടു ഗെറ്റ് ദംസെൽസ് ഔട്ട് ഓഫ് വർക്ക്. ലീവ് ജോലിയിൽ നിന്ന് എക്സംഷൻ കിട്ടാനൊക്കെ, അല്ലെങ്കിൽ ലീവ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെഡിസിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി, ഈവൻ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒപ്പിക്കുന്നു. അതൊക്കെയാണ് മാലിംഗറിങ് എന്ന് പറയുന്നത്. എന്നാൽ മുൻചൗസൻ പേഷ്യൻസ് ആണെങ്കിലോ അവർ മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. കിട്ടിയോ? മൂന്നാമത്തെ വ്യത്യാസം മനസ്സിലായോ? മുൻചൗസൻ സിൻഡ്രോം ആണെങ്കിൽ അവർക്ക് പേഷ്യൻസിന് അറിയാം അങ്ങനെ രോഗമില്ല എന്ന്, പക്ഷെ എന്നിട്ടും മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരതിനെ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഹൈപ്പോകോൺട്രിയസ് ആണെങ്കിൽ അവർ സിക്കാണെന്നാണ് അവരുടെ വിശ്വാസം. അവർക്ക് അറിയില്ല അവർ രോഗമല്ല. അവർ എത്രയൊക്കെ മെഡിക്കൽ
ഡയഗ്നോസ് ചെയ്താലും ഇല്ല എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ അവർക്ക് രോഗമുണ്ട് എന്നാണ്. മാലിങ്കറിങ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ബെനഫിറ്റിന് വേണ്ടി നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കുന്നു, വർക്കിൽ നിന്ന് ഒഴിവാകാനായിട്ട്, ഡ്രഗ്സ് കളക്ട് ചെയ്യാൻ, ഇൻഷുറൻസ് കിട്ടാനൊക്കെ വേണ്ടി. ദാറ്റ് ഇസ് മാലിങ്കറിങ്. ക്ലിയർ ആണോ മൂന്നും? കിട്ടിയോ? ഇനി ഈ മുൻജൗസനിലെ ഒരു എക്സാം ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. മുൻജൗസൻ ബൈ പ്രോക്സി. മുൻജൗസൻ ബൈ പ്രോക്സി. നമ്മൾ മുൻജൗസൻ നേരെ പറഞ്ഞു ബൈ സെൽഫ്, ഇമ്പോസ്ഡ് ഓൺ സെൽഫ് ആണ്, അവരിൽ തന്നെയാണ് അവർ സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ മുൻജൗസൻ ബൈ പ്രോക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ മറ്റൊരാളിൽ നമ്മൾ സിംറ്റംസ് കാണിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ, കുട്ടികൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പാരന്റ്സ് ലീവ് എടുക്കുന്നു. അതൊക്കെ മുൻജൗസൻ ബൈ പ്രോക്സി ആണ്. വെൻ ആൻ ഇൻഡിവിജ്വൽ പ്രസൻസ് അനദർ പേഴ്സൺ ഹാവിംഗ് സിംറ്റംസ് ഇൻ ഓർഡർ ടു ഗെയിൻ അറ്റൻഷൻ ഫോർ ദംസെൽസ്. അവർക്ക് ഇപ്പൊ ലീവ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് വയ്യ, കുട്ടിക്ക് പനിയാണെന്ന് ഹോസ്പിറ്റലിൽ പോവാണെന്ന് വിളി പറയുന്നു, അല്ലെങ്കിൽ അതിന് മെഡിക്കൽ ഇത് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മരുന്ന് എക്സ്ട്രാ കൊടുക്കുക. സോ അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള സിംറ്റംസ് അവർ മറ്റുള്ളവരിൽ. അതാണ് മുൻജൗസൻ ബൈ പ്രോക്സി. ക്ലിയർ ആണോ? ഫാൾസ്ലി പ്രസന്റഡ് അസ് ഇൽ, ഇംപേർഡ് ഓർ ഇഞ്ചേർഡ്. അതൊരു ചൈൽഡ്, കുട്ടി, സ്വന്തം കുട്ടിയാകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആകാം, അല്ലെങ്കിൽ പെറ്റ്സിനാകാം. ക്ലിയർ ആണോ? സോ മറ്റൊരാളുടെ സിംറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ എക്സാഗറേറ്റ് ചെയ്യുക ചെയ്യുന്നതാണ് മുൻജൗസൻ ബൈ പ്രോക്സി. മറ്റൊരാളിൽ, കുട്ടിയിലാകാം, ഫാമിലി മെമ്പറിലാകാം, അല്ലെങ്കിൽ പെറ്റ്സിലാകാം, സ്വന്തം. ക്ലിയർ ആണോ? നമുക്ക് ഗെയിൻ കിട്ടാൻ വേണ്ടി, നമ്മുടെ സെൽഫ് ഗെയിന് വേണ്ടി മറ്റൊരാൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യും. ദാറ്റ് ഇസ് മുൻജൗസൻ ബൈ പ്രോക്സി. ഇതാണ് 5 സിൻഡ്രോമുകൾ ഇന്ന് നമ്മൾ പഠിച്ചത്. നോക്കി എല്ലാവരും. കോട്ടാർഡ് സിൻഡ്രോം, അല്ലെ വാക്കിംഗ് കോർസ് സിൻഡ്രോം എന്ന് പറയുന്നത്, അവർ ഓൾറെഡി ഡെഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ത്യൻ ഓർഗൻസ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് കോട്ടാർഡ് സിൻഡ്രോം ഉള്ളവർ വിശ്വസിക്കുന്ന. വാക്കിംഗ് കോർസ് സിൻഡ്രോം എന്ന് പറയുന്നു. മാഗ്നാറ്റ് സിൻഡ്രോം, അല്ലെങ്കിൽ കൊക്കൈൻ ബഗ്സ് എന്ന് പറയുന്ന ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്. കൊക്കൈൻ അഡിക്റ്റിലാണ് ഉണ്ടാകുന്നത്. സ്കിന്നിന് അണ്ടറിൽ സാൻഡ്, അല്ലെങ്കിൽ സ്മോൾ ഇൻസെക്ട്സുകൾ സ്കിൻ അണ്ടറിൽ പുറത്തും ക്രോൾ ചെയ്യുന്നു എന്നുള്ള ഫീലിങ്സ് ആണ്. ഇച്ചിങ് സെൻസേഷൻ അവർക്കുണ്ട്. ടച്ച്, ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്. ഫോമിക്കേഷൻ എന്ന് പറയും. സോ ക്ലെയിൻ ലെവിൻ സിൻഡ്രോം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോംനിയ പ്ലസ് ഹൈപ്പർഫേജിയ പ്ലസ് ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണ് ഫീച്ചറുകൾ. വാൻഗോഗ് സിൻഡ്രോം എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ് ഡ്രമാറ്റിക് സെൽഫ് മ്യൂട്ടിലേഷൻ ആണ്. മുൻജൗസൻ സിൻഡ്രോം എന്ന് പറയുന്നത് എക്സാഗറേറ്റഡ് സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫക്ടീഷ്യസ് ഡിസോർഡർ വരുന്നതാണ് മുൻജൗസൻ സിൻഡ്രോം. മുൻജൗസൻ സിൻഡ്രോം, മാലിങ്കറും ഹൈപ്പോകോൺട്രിയാസും മൂന്നുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. മുൻജൗസൻ ബൈ പ്രോക്സി എന്താണെന്ന് പഠിച്ചു. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ നന്നായിട്ട് 5 സിൻഡ്രോമുകളും? സോ ഇതിൽ നിന്നും കഴിഞ്ഞ അസിസ്റ്റന്റ് ഡോസിന് ക്വസ്റ്റ്യൻ വന്നതാണ്. സോ നമ്മൾ ഒരു പടി മുകളിൽ പഠിക്കുന്നത് അടുത്ത എക്സാമുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇതുപോലെ നമ്മൾ തിയറീസ് ഓഫ് ഇമോഷനിൽ പഠിച്ചത് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു. ക്ലിയർ അല്ലേ? സോ ഇനി ഒരു 10 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യനുകളാണ്. സോ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യണം, എല്ലാവരും ആൻസർ ചെയ്യണം. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം, എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. 10 ഔട്ട് ഓഫ് 10 കിട്ടുന്നവർ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എക്സ്ട്രീം കൈൻഡ് ഓഫ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഫോർ എക്സാമ്പിൾ, മൈ ബവൽസ് ഹാവ് ബീൻ destroyed, so they will never be able to pass feces again. Option A, Cotard syndrome. Option B, Ekbom syndrome. Option C, D. Clarenbauer syndrome. Capgras syndrome. ഏതാണ് ആൻസർ? നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്, ബവൽസ് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളതാണ്. ഏതാണ്? കോട്ടാർഡ് സിൻഡ്രോം, അല്ലെ? നിഹിലിസ്റ്റിക് ഡെലൂഷൻ, കോട്ടാർഡ് സിൻഡ്രോം ആണ് ആൻസർ. ഒരു ഡൗട്ടും ഇല്ല. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ലേ? കോട്ടാർഡ് സിൻഡ്രോം. യെസ്. രണ്ടാമത്തെ ചോദ്യം, a persistent preoccupation with fear of having serious disease despite repeated medical assurance is termed as. Option A, mania. Option B, hypochondriasis. Option C, schizophrenia. Option D, phobia. A persistent preoccupation with the fear of having serious disease despite repeated medical reassurance is termed as. എത്ര ടെസ്റ്റ് ചെയ്തിട്ടും, എത്ര ഡയഗ്നോസിസ് ചെയ്തിട്ടും അവർ വിശ്വാസം എന്താണ്? അവർക്ക് രോഗമുണ്ട് എന്നുള്ളതാണ്. ഏതാണത്? ഡൗട്ടും വേണ്ട, ഇറ്റ് ഈസ് ഹൈപ്പോകോൺട്രിയാസിസ് ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പോകോൺട്രിയാസിസ്. കേരള PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഹൈപ്പോകോൺഡ്രിയാസിസ്. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് കേരള PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. കോട്ടാർഡ് സിൻഡ്രോം ഒക്കേഴ്സ് മോർ കോമൺലി ഇൻ ഡെലൂഷണൽ ഡിസോർഡർ, സൈക്കോട്ടിക് ഡിസോർഡർ, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, സൈക്കോട്ടിക് മാനിയ. ഏതിലാണ് കോട്ടാർഡ് സിൻഡ്രോം കാണുന്നത്? ഡെലൂഷണൽ ഡിസോർഡർ ആണ്, നിഹിലിസ്റ്റിക് ഡെലൂഷൻ ആണ്. ആ ഒരു കൺഫ്യൂഷൻ കഴിഞ്ഞ എക്സാമിന്റെ ആൻസർ കീഴിൽ വന്നതാണ്. അല്ല, നിഹിലിസ്റ്റിക് ഡെലൂഷൻ തന്നെയാണ്. പക്ഷെ ഏതിലാണ് കോമൺ കാണുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇത് സൈക്കോട്ടിക് ഡിപ്രഷനിലാണ്. സൈക്കോട്ടിക് ഡിപ്രഷനിലാണ് കാണുന്നത്. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഹൈപ്പോകോൺഡ്രിയാസും കേരള PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാലാമത്തെ ചോദ്യം following statements about Klein-Levin syndrome are all true except somnolence, increased appetite, option C hypersexuality, option D pica eating. ഏതാണ് ക്ലൈൻ-ലെവിൻ സിൻഡ്രോമിന്റെ ഫീച്ചർ അല്ലാത്തതാണ് അല്ലെ, എക്സെപ്റ്റ് ആണ്? ഏതൊക്കെയാണ്? സോംനലൻസ് ഉണ്ട്, ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ഉണ്ട്, ഹൈപ്പർഫേജിയ ഉണ്ട്, ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ട് അല്ലെ. സോ ആൻസർ ഏതാണ്? എക്സെപ്റ്റ് വരുമ്പോ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് പൈക്ക ഈറ്റിംഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയില്ല എല്ലാവർക്കും? ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി അഞ്ചാമത്തെ ചോദ്യം Klein-Levin syndrome is characterized by all except. ശരിക്കും നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ രണ്ട് എക്സാമിന് ചോദിച്ചതാണ്. ഹൈപ്പർസോംനിയ, ഹൈപ്പർഫേജിയ, കാറ്റപ്ലക്സി, ഹൈപ്പർ സെക്ഷുവാലിറ്റി. ഇത്രയാണ് ഫീച്ചറുകളായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഹൈപ്പർസോംനിയ, ഹൈപ്പർഫേജിയ ആൻഡ് ഹൈപ്പർ സെക്ഷുവാലിറ്റി. സോ ഒരു ഡൗട്ടും വേണ്ട, ഓൾ എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് സി, ദാറ്റ് ഇസ് കാറ്റപ്ലക്സി ആണ്. ബാക്കിയെല്ലാം അതിന്റെ ഫീച്ചറുകളാണ്. കാറ്റപ്ലക്സി ആണ് ആൻസർ ആയിട്ട് വരും. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയോ? 5 ക്വസ്റ്റ്യനും 5 ഔട്ട് ഓഫ് 5 കിട്ടിയോ? യെസ്. ആറാമത്തെ ചോദ്യം ഗ്രിഡ് അയൺ അബ്ഡോമൻ, അതുപോലെ മൾട്ടിപ്പിൾ അബ്ഡോമിനൽ സ്കാർസ് ആർ യൂഷ്വലി സീൻ ഇൻ പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഗ്രിഡ് അയൺ അബ്ഡോമൻ ആൻഡ് മൾട്ടിപ്പിൾ അബ്ഡോമിനൽ സ്കാർസ്. മുൻചൗസൻ സിൻഡ്രോം, അനോറക്സിയ നെർവോസ, സൊമാറ്റോഫോം പെയിൻ ഡിസോർഡർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഗ്രിഡ് അയൺ അബ്ഡോമൻ, മൾട്ടിപ്പിൾ അബ്ഡോമിനൽ സ്കാർ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സർജിക്കൽ ഇൻസെഷനുകളാണ് അല്ലെ, സർജിക്കൽ സ്കാറുകളാണ്. ഏതാണ്? ദാറ്റ് ഇസ് മുൻചൗസൻ സിൻഡ്രോം അല്ലെ. 42 സർജറീസിന്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടു. ദാറ്റ് ഇസ് മുൻചൗസൻ സിൻഡ്രോം. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? സോ ഏഴാമത്തെ ചോദ്യം The disorder named after a German nobleman known for tall tales of military career from writings of Rudolf Raspe is Munchausen syndrome, anorexia nervosa, somatoform pain disorder, irritable bowel syndrome. ഏതാണ് disorder named after a German nobleman known for tall tales of military career? Tall tales എന്ന് പറഞ്ഞാൽ സംഭവിക്കാത്ത അസംഭവ്യമായ കാര്യങ്ങൾ. ഇതാണ് ടോൾ ടെയിൽസ്, കഥകൾ. ഏതാണ്? മുൻചൗസൻ സിൻഡ്രോം. അല്ല, ഒരു ഡൗട്ടും വേണ്ട. മുൻചൗസൻ റുഡോൾഫ് റാസ്പയുടെ ഫിക്ഷണൽ ക്യാരക്ടർ ആണ് അല്ലെ മുൻചൗസൻ. മറന്നുപോലെ മുൻചൗസൻ സിൻഡ്രോം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മുൻചൗസൻ സിൻഡ്രോം ഈസ് 8th ക്വസ്റ്റ്യൻ. മുൻചൗസൻ സിൻഡ്രോം എന്ന് പറയുന്ന ഓപ്ഷൻ എ ഫാക്ടീഷ്യസ് ഡിസോർഡർ, മൂഡ് ഡിസോർഡർ, സൊമാറ്റോഫോൺ ഡിസോർഡർ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ. ഏതാണ് മുൻചൗസൻ സിൻഡ്രോം എന്ന് പറയുന്നത്? ഒരു ഡൗട്ടും വേണ്ട, ഫാക്ടീഷ്യസ് ഡിസോർഡർ ആണ് അല്ലെ. മുൻചൗസനും ഹൈപ്പോകോൺഡ്രിയാസിസും ഒക്കെ ഫാക്ടീഷ്യസ് ഡിസോർഡർ ആണ്. സിംറ്റംസ് എക്സാഗ്രേറ്റ് ചെയ്യുന്നതാണ്. മാലിംഗറിംഗും ഒക്കെ, മുൻചൗസൻ മാലിംഗറും ഒക്കെ സിംറ്റംസ് എക്സാഗ്രേഷൻ ആണ് അല്ലെ. ദാറ്റ് ഇസ് ഫാക്ടീഷ്യസ് ഡിസോർഡർ ആണ്. മറന്നുപോയത്. 9ാമത്തെ ചോദ്യം Dramatic self-mutilation occurring in schizophrenia is called dramatic self-mutilation. Self-mutilation എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, സ്വന്തം ശരീരം കട്ട് ചെയ്ത് കളയാം അല്ല. ഓപ്ഷൻ എ ഓഫ് സ്കിസോഫ്രീനിയ, വാൻഗോഗ് സിൻഡ്രോം, കാബ്ര സിൻഡ്രോം, ഓണിറോയിഡ് സ്കിസോഫ്രീനിയ. ഏതാണ് സെൽഫ് മ്യൂട്ടിലേഷൻ? ഡ്രാമാറ്റിക് സെൽഫ് മ്യൂട്ടിലേഷൻ. ഡൗട്ടും വേണ്ട, നമ്മൾ വാൻഗോഗ് സിൻഡ്രോം നമ്മൾ പഠിച്ചു. വിൻസെന്റ് വാൻ ഗോഗ്, ലോക പ്രശസ്തന പെയിന്ററിന്റെ പേരിലാണ് അല്ലെ ചെവി കട്ട് ചെയ്ത് കളഞ്ഞത്. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് വാൻ ഗോഗ് സിൻഡ്രോം.
ഓക്കെ അല്ലേ? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A cocaine addict is brought with complaints of insects and bugs crawling under his skin. Examination shows multiple irregular scratches on his lower limb. This is called option A, Marchia-Fava Bignami syndrome. Option B, body packer syndrome. Option C, Korsakoff psychosis. Option D, Magnan syndrome. ഏതാണ് ആൻസർ? കൊക്കൈൻ അഡിക്റ്റിൽ കാണുന്ന ടാക്ടൈൽ ഹാലുസിനേഷൻ, ഇൻസെക്ട്സ്, ബഗ്സ് ക്രോളിംഗ് അണ്ടർ ദ സ്കിൻ, ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്. ഏതിലാണ്? കൊക്കൈൻ ബഗ്. മാഗ്നാൻ സിൻഡ്രോം. ഓപ്ഷൻ ബി ആണ് അല്ല ആൻസർ. മാഗ്നാൻ സിൻഡ്രോം അല്ലെങ്കിൽ കൊക്കൈൻ ബഗ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. 10 ഔട്ട് ഓഫ് 10 കിട്ടിയോ എല്ലാവർക്കും? 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയോ? സോ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSC ദ്രോണ ബാച്ചിന്റെ 3ാമത്തെ ബാച്ചിന് അഡ്മിഷൻ മെയ് 18-ാം തീയതി ക്ലോസ് ചെയ്യാണ്. സോ ഇനിയും ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്ട്രാറ്റജികളിലൂടെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. ഇനി സമയം കളയരുത്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഒരു 6 to 8 months എങ്കിലും ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് 15 നഴ്സിംഗ് സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തിയറി നോട്ട് നന്നായിട്ട് റിവൈസ് ചെയ്ത് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പ്രീവിയസ് എക്സാം, ഓൾ ഇന്ത്യ ലെവൽ എക്സാം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് യൂണിറ്റ് എക്സാമുകളും ഓരോ സബ്ജക്ട്സിന്റെ 5 മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ മോഡൽ പരീക്ഷകളും 100 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ OMR എക്സാമും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർഡ് ആകാൻ കഴിയുള്ളൂ. സോ സമയം കളയരുത്. കാരണം ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാം. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. വെറുതെ സമയം കളയരുത്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഗൈഡോ എടുത്ത് വെച്ച് വായിച്ച് എന്നത് മാത്രമല്ല ഒരു കോമ്പറ്റേറ്റീവ് പ്രിപ്പറേഷൻ രീതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മൈനസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൽ കുറയ്ക്കാൻ OMR എക്സാം തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നന്നായിട്ട് റിവിഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ 90 ക്വസ്റ്റ്യനും 95 ക്വസ്റ്റ്യനും ഒക്കെ പഠിച്ചാലും നമുക്ക് അതിനെ ഒരു 70 മാർക്കെങ്കിലും എത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ 90 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ഒക്കെ പഠിപ്പിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. അത് നിങ്ങൾ പഠിച്ചെടുത്തോ അല്ലെങ്കിൽ എക്സാമിന് അത് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയോ എന്നുള്ളതാണ്. സോ അതിന് ഈ ഒരു മെത്തേഡുകളിലെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് റിസൾട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ദ്രോണ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല വിജയങ്ങൾ നേടുക. ഓൾ ദി ബെസ്റ്റ്.